ഇന്ന് നമുക്ക് കാടമുട്ട വെച്ചിട്ട് നല്ലൊരു മുട്ട ബജ്ജി ഉണ്ടാക്കിയാലോ. കുഞ്ഞ ബജ്ജി. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾക്ക് 1.5 കൈയിലോളം മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 കൈയിലോളം കടലമാവ് എടുത്തിട്ടുണ്ട്. എടുക്കുന്ന കാടമുട്ടയുടെ അളവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താട്ടോ എടുക്കുന്ന പൊടിയിൽ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിട്ടാ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം കട്ടിയുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്താൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കോഴിമുട്ട ഇതിലിട്ടാൽ ഇതിമെന്ന് വേറിട്ട് പോവരുത്. അത്യാവശ്യം തിക്കിൽ തന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ടുള്ള കാടമുട്ട ഒന്ന് പുഴുങ്ങി ഒന്ന് തോല് പൊളിച്ചെടുക്കണം. ഒരു 10-20 കാടമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ചെയ്യണ എല്ലാവർക്കും അറിയുന്ന സ്റ്റെപ്പ് തന്നെയാണ്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്ത കാടമുട്ട നമുക്ക് എന്ത് ചെയ്യുക, തോല് കളഞ്ഞെടുക്കാം കേട്ടോ. കാടമുട്ട ഹെൽത്തിന് നല്ലതാണ്, അതുപോലെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇത് തൊലിക്കൽ ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണല്ലേ. തൊലിച്ച് കിട്ടലാണ് പണി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ തൊലിക്കണേ അതേപോലെ നമ്മളെ വായ്ക്ക് പോവുകയും ചെയ്യേ. അപ്പോൾ നമ്മുടെ കാടമുട്ട എല്ലാതും നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടാത്ത രീതിയിലൊന്നിങ്ങനെ തോല് കളഞ്ഞിട്ട് നമുക്കുണ്ട് ഒരു ബൗൾക്ക് മാറ്റി വെക്കാം. ഒരു വിധത്തിൽ നമ്മൾ കാടമുട്ടൊക്കെ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബജി മുങ്ങി നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നന്നായി തിളച്ച എണ്ണയിലോട്ട് കാടമുട്ട നമ്മൾ തയ്യാറാക്കി വെച്ച മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ മതിയേ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു സൈഡ് ബ്രൗൺ കളർ ആയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നിനും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം കുക്ക് ചെയ്ത് വന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ചട്ടക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ വിട്ടുപോര്. 2 ഭാഗം കുക്കായി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിൻ്റെ കോരി എടുക്കാം കേട്ടോ. കോരി എടുത്തിട്ട് നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബജിയും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞൻ ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി കാടമുട്ട ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണാൻ ചെറുതായ പോലെ തന്നെ നമ്മൾ ഈ ഐറ്റം ഒറ്റ ബൈറ്റിനെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ഒരു വായക്കുള്ള ബജി തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ചൂടോടൊക്കെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അടിപൊളി കാടമുട്ട ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടാൻ മറക്കരുത്.